വർഷം 2007 ഡിസംബർ. ബാഴ്സലോണയിലെ ഒരു കൊച്ചുമുറിയിൽ നീല പ്ലാസ്റ്റിക് ടബിലെ വെള്ളത്തിൽ ഒരു 5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നു. അവിടെ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കുഞ്ഞിനെ വെള്ളത്തിൽ വീഴാതെ തൻ്റെ കൈകളിൽ താങ്ങി പിടിച്ചു. യുണിസെഫിന്റെ ഒരു ചാരിറ്റി കലണ്ടറിന് വേണ്ടി എടുത്ത ആ ചിത്രത്തിൽ പ്രവചനങ്ങളോ വലിയ അടയാളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് തന്നെ താങ്ങിപ്പിടിച്ച ആ കൈകൾ ലോക ഫുട്ബോൾ ഭരിക്കാൻ പോകുന്ന ലയണൽ മെസ്സിയാണെന്ന് ആ കുഞ്ഞ് അറിഞ്ഞിരുന്നില്ല. ആ പിഞ്ചു കുഞ്ഞിന്റെ പേരെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, സാക്ഷാൽ ലമിൻ യമാൽ. കാലം അതിന്റെ മാതൃക തിരക്കഥയുമായി 19 വർഷങ്ങൾക്കിപ്പുറം 2026 ലോകകപ്പ് ഫൈനലിന്റെ വമ്പൻ വേദിയിലേക്ക് എത്തി നിൽക്കുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെ ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ കിരീടത്തിനായി അവർ നേർക്കുനേർ വരുമ്പോൾ അതൊരു ചരിത്ര നിമിഷമായി മാറും. ഇരു ടീമുകളും ചോരയും നീരും ചിന്തിയാണ് ഈ ലോകകപ്പ് കലാശ പോരാട്ടത്തിലേക്ക് യോഗ്യത നേടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അൾജീരിയയും ഓസ്ട്രിയയും ജോർദാനെയും തകർത്തുവിട്ട അർജന്റീനയ്ക്ക് നോക്കൌട്ടിൽ കടുത്ത പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വന്നത്. റൗണ്ട് ഓഫ് 32-ൽ കേപ്പ് വെർദെ എക്സ്ട്രാ ടൈം ത്രില്ലറിലും റൗണ്ട് ഓഫ് 16-ൽ ഈജിപ്തിനെതിരെ 2 ഗോളിന് പുറകിലായ ശേഷം 3 ഗോൾ തിരിച്ചടിച്ച് 3-2 അവർ വീഴ്ത്തി. ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെയും തകർത്തു. ഒടുവിൽ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ കളി അവസാനിക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ലയണൽ മെസ്സിയുടെ 2 മാന്ത്രിക അസിസ്റ്റുകളാണ് അർജന്റീനയ്ക്ക് 2-1 ജയമുറപ്പിച്ചത്. ഈ ടൂർണമെന്റിൽ മാത്രം 8 ഗോളുകളുമായി മെസ്സി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുകയാണ്. മറുവശത്ത് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്രതിരോധ കോട്ടയുമായിട്ടാണ് സ്പെയിനിന്റെ വരവ്. കേപ്പ് വെർദെയോട് സമനിലയിൽ തുടങ്ങി പതറിയെങ്കിലും പിന്നീട് സൗദി അറേബ്യയും ഉറുഗ്വേയും തോൽപ്പിച്ച് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. റൗണ്ട് ഓഫ് 32-ൽ ഓസ്ട്രിയയും റൗണ്ട് ഓഫ് 16-ൽ പോർച്ചുഗലിനെയും ക്വാർട്ടറിൽ ബെൽജിയത്തെയും വീഴ്ത്തി. ഈ ടൂർണമെന്റിലുടനീളം വെറും 1 ഗോൾ മാത്രമാണ് സ്പെയിൻ വഴങ്ങിയത്. ഒടുവിൽ സെമിഫൈനലിൽ കരുത്തരായ സ്പെയിനിനെ 2-0 ആധികാരികമായി തകർത്താണ് കലാശ പോരാട്ടത്തിന് അവർ യോഗ്യത നേടിയത്. 18-കാരനായ ലമീൻ യമാൽ കളിച്ച ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ പോലും സ്പെയിൻ തോറ്റിട്ടില്ല എന്ന വമ്പൻ റെക്കോർഡും അവർക്കൊപ്പമുണ്ട്. ബാഴ്സലോണയിലെ ലാമാസിയ എന്ന പുരേ പുണ്യഭൂമിയിൽ വളർന്നു വന്ന 2 തലമുറകളുടെ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഫുട്ബോൾ ചരിത്രത്തിൽ പെലെയോ മറഡോണയോ അല്ലെങ്കിൽ മറഡോണയോ മെസ്സിയോ ലോകവേദിയിൽ നേർക്കുനേർ മത്സരിക്കാൻ കാലം ഇവരെ ഒന്നും അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ കളിക്കാരന്റെ കരിയറിന്റെ സായം സന്ധ്യ ഫുട്ബോൾ ലോകം അടുത്തതായി വാഴാൻ പോകുന്ന പുത്തൻ പ്രതിഭയുടെ ഉദയവുമായി കൃത്യമായി കൂട്ടിമുട്ടുകയാണ്. ഒരിക്കൽ മെസ്സിയുടെ ജേഴ്സി സ്വപ്നം കണ്ട യമാലിന് ഇത് അമരത്വം സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ്. മെസ്സി ആകട്ടെ താൻ ഒരിക്കൽ കൈകളിൽ താങ്ങിലാളിച്ച കുട്ടിക്കെതിരെ സ്വന്തം സാമ്രാജ്യം കാത്തുസൂക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടവും. ഫൈനൽ മിസിൽ മുഴങ്ങുമ്പോൾ 2007-ലെ ആ പഴയ പ്ലാസ്റ്റിക് ടബിലെ ഓർമ്മകളെല്ലാം മാഞ്ഞു പോകും. അവിടെ 90 മിനിറ്റിന്റെ കടുത്ത പോരാട്ടം മാത്രമാകും ബാക്കിയുണ്ടാകുക. 19 വർഷം മുമ്പ് ഒരു പ്ലാസ്റ്റിക് ടബിലെ വെള്ളത്തിൽ വെച്ച് ലയണൽ മെസ്സി തൊട്ടനുഗ്രഹിച്ച ആ കുഞ്ഞ് ഇന്ന് അതേ ഗുരുവിന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ വാളോങ്ങി നിൽക്കുകയാണ്. ആര് വാഴും ആര് വീഴും എന്നറിയാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം.